ഹലോ. LPSC പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കേരള PSC ചോദ്യപേപ്പറിലെ ചില ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ LPSC പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ 2017 PSC ചോദിച്ചിട്ടുള്ള LPSC പരീക്ഷയ്ക്കായി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ജലത്തിന്റെ pH മൂല്യം ഡാഷ് ആണ്. ജലത്തിന്റെ pH മൂല്യം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ pH എന്ന് പറയുന്ന സംഗതി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില വസ്തുക്കളുടെ pH എന്തായാലും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢതയെ സൂചിപ്പിക്കുന്നതാണ്. pH. ഓക്കെ, pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണെന്ന് അറിയോ? pH സ്കെയിൽ കണ്ടെത്തിയത് സോറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് സോറൻസൺ. ഓക്കെ, ദെൻ അതിനുശേഷം അപ്പൊ pH എന്ന് പറയുമ്പം ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢതയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ pH വാല്യൂ എന്ന് പറയുന്നത് pHന്റെ വില 7 ആണെങ്കിൽ ആ വസ്തു ന്യൂട്രൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ന്യൂട്രൽ. എന്നാൽ ഈ pHന്റെ വില 7 കുറവാണെങ്കിൽ ആ വസ്തു ആസിഡിക് ആയിരിക്കും, ആസിഡ് സ്വഭാവമുള്ളതായിരിക്കും. ഇനി pH വാല്യൂ 7 കൂടുതലാണ് വരുന്നതെങ്കിൽ ആ വസ്തു ബേസിക് ആയിരിക്കും. ബേസിക് ആയിരിക്കും, ബേസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം എന്തായാലും ഓർത്തിരിക്കുക. pH വാല്യൂ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. 7 കുറവുള്ളത് 0 വരെ വന്നു കഴിഞ്ഞാൽ അത് ആസിഡ് ആണ്. ദെൻ 7 കൂടുതൽ 14 വരെ വരുന്നത് അത് ബേസുമായിരിക്കും. ഓക്കെ, ഇനി ന്യൂട്രൽ ആയ വസ്തുവാണ് പച്ചവെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം എന്നൊക്കെ ഉള്ളത് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇനി ഇതിൽ കുടിവെള്ളത്തിന്റെ pH ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ വെക്കാം. അതായത് 6.5 മുതൽ 7.5 എന്നൊരു റേഞ്ച് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, 7 ആണ് ശരിക്കും ശുദ്ധജലം എന്ന് പറയുന്നത്. അപ്പൊ 6.5 to 7.5 വരെ ആയാലും അല്ലേ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 7 എന്നുള്ളത് ഓർത്തിരിക്കുക. നിത്യ ജീവിതത്തിലുള്ള വസ്തുക്കളുടെ ഒക്കെ pH മൂല്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. നമുക്ക് വേറൊരു വീഡിയോയിൽ ആ pH മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് LPG, ബയോഗ്യാസ്, CNG, LNG. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായി അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇന്ധനങ്ങളെ വേർതിരിക്കാവുന്നതാണ്. കൺവെൻഷനിൽ നിന്നും നോൺ കൺവെൻഷനിൽ നിന്നും വേണമെങ്കിൽ നമുക്കതിനെ തരംതിരിക്കാം. പാരമ്പര്യ ഊർജം, പാരമ്പര്യേതര ഊർജം എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാവുന്നതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീർന്നു പോകും. പിന്നീട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലമെടുക്കും. അങ്ങനെയുള്ളവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ തന്നിട്ടുള്ളത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കിയേ, ഇവിടെ LPG, CNG, LNG ഇതെല്ലാം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് LNG. ദെൻ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് മൂന്നും ഫോസിൽ ഇന്ധനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് തിരിച്ചെടുക്കാൻ നമുക്ക് വീണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും തന്നെ വർഷങ്ങൾ എടുക്കും. അപ്പൊ എടുത്താൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇത് തീർന്നു പോകും. എന്നാൽ തീർന്നു പോകാത്ത ഒന്നാണ് ബയോഗ്യാസ്. ഇത് നമുക്കല്ലേ നമ്മുടെ മാലിന്യങ്ങൾ, പച്ചക്കറി മാലിന്യങ്ങൾ, ബയോഡിഗ്രേഡബിൾ ആയ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ബയോഗ്യാസ് ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3. വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ പിന്നീടും PSC അതും UPSC എക്സാമിന് ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണോ, കോൺകേവ് ദർപ്പണമാണോ, കോൺവെക്സ് ലെൻസ് ആണോ, കോൺകേവ് ലെൻസ് ആണോ?
ഉത്തരം പോസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് നോക്കുക. ഒരു കാര്യം നമുക്കിവിടെ ഉറപ്പിക്കാവുന്നതാണ്, അതായത് വാഹനങ്ങൾ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ടാണ്, ദർപ്പണങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദർപ്പണം എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടാത്ത രണ്ടു പേരെ നമുക്ക് അപ്പൊ തന്നെ വെട്ടിക്കളയാവുന്നതാണ്. ലെൻസ് അല്ലെ, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. ഇനി കോൺവെക്സ് ദർപ്പണമാണോ കോൺകേവ് ദർപ്പണമാണോ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്ന ഗ്ലാസ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺവെക്സ് ദർപ്പണം എന്ന് പറയാം. ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ നോക്കുന്നത് പ്രതിബിംബം കിട്ടാനായിട്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺകേവ് ദർപ്പണം എന്നാണ് പറയാ. എന്നാൽ വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഈ കോൺവെക്സ് ദർപ്പണം വേറെ എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 സ്ഥലങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മുടെ ടൗണിൽ മീൻസ് ജംഗ്ഷനുകളിലൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും വലിയ മിറേഴ്സ് അല്ലെ. അതിനെ നമ്മൾ പറയാ ട്രാഫിക് മിറർ അല്ലെങ്കിൽ സേഫ്റ്റി മിറർ എന്നാണ് പറയാ. അപ്പൊ സേഫ്റ്റി മിറർ അല്ലെങ്കിൽ ട്രാഫിക് മിററിൽ ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്? കോൺവെക്സ് മിറേഴ്സ് ആണ് കേട്ടോ. ട്രാഫിക് അല്ലെങ്കിൽ സേഫ്റ്റി മിറേഴ്സിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് മിറേഴ്സ് ആണ്. കോൺവെക്സ് മിറേഴ്സ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്പൂണിന്റെ പിറകുവശത്ത് കാണുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ സ്പൂണിന്റെ പിറകുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതും ഒരു കോൺവെക്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. കോൺവെക്സ് ആണ്. അപ്പൊ സ്പൂണിന്റെ പിറകുവശമായാലും കോൺവെക്സ് ആണ് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, ഇനി കോൺവെക്സ് ദർപ്പണത്തിലെ അല്ലെങ്കിൽ ഒരു റിയർ വ്യൂ മിററിൽ നമ്മൾ കാണുന്ന ഇമേജ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവർന്നതായിരിക്കും. ഈ ഇമേജ് എപ്പോഴായാലും നമുക്ക് കിട്ടുന്നത് ചെറിയ ഇമേജ് ആയിരിക്കും. ഇനിയോ ഇത് മിഥ്യയായ ഇമേജ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം കോൺവെക്സ് മിറർ പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നിവർന്നതായിരിക്കും. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവാം. നമ്മൾ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ബാക്കിലുള്ള ലോറിയോ ബസ്സോ ഒന്നും തല കീഴായി കാണാറില്ല. അപ്പൊ നിവർന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. പോരാത്തതിന് ഇത് മിഥ്യയായ ഇമേജ് ആയിരിക്കും. ഇത്രയും കാര്യം കോൺവെക്സ് ദർപ്പണത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ബോക്സൈറ്റ് ഡാഷിന്റെ അയിരാണ്. സാധാരണയായി ചോദിച്ചു വരുന്നതാണ്. എല്ലാ പരീക്ഷകൾക്കും അയിര് ചോദിക്കാറുണ്ട്. സോ അയിരുകൾ പഠിക്കാൻ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി കഴിഞ്ഞ UPSC എക്സാമിനും ചോദിച്ചു അല്ലെ, മാലക്കൈറ്റ് എന്തിന്റെ അയിരാണ്. അപ്പൊ നമുക്ക് അയിരുകൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി ഇവിടെ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. അലൂമിനിയത്തിന്റെ അയിര്. എന്നാൽ ഇരുമ്പിന്റെ അയിരുകൾ ഒന്ന് പറഞ്ഞാട്ടെ. ഇരുമ്പിന്റെ അയിരുകള് ഹേമറ്റൈറ്റ് ഉണ്ട്. ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ പ്രധാന അയിര് ഹേമറ്റൈറ്റ് ആണ്. വ്യാവസായികമായിട്ട് ഇരുമ്പ് നിർമ്മിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റ് തന്നെയാണ്. മറ്റൊന്ന് മാഗ്നറ്റൈറ്റ്. ഇനിയൊന്ന് അയൺ പെറൈറ്റിസ്. എല്ലാ അയിരുകളും പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അയൺ പെറൈറ്റിസ്. ഇനിയുമുണ്ട് കേട്ടോ, കഴിഞ്ഞില്ലേ. സിഡറൈറ്റ്, ലിമോണൈറ്റ്. ഇതെല്ലാം ഇരുമ്പിന്റെ അയിരുകളാണ്. മറ്റൊന്ന് ചെമ്പിന്റെ അയിരാണ് മാലക്കൈറ്റിലെ. ഇപ്പൊ അടുത്ത എക്സാമിന് ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതൊന്നും മറന്നു പോകാനായിട്ടില്ല. മാലക്കൈറ്റാണ് ഇരുമ്പിന്റെ അയിര്. സിങ്കിന്റെ അയിരുകൾ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ് എന്നൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സിങ്കിന്റെ അയിരുകൾ പറയാലോ. സിങ്കിന്റെ അയിരുകൾ ഏതൊക്കെയാ? കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, അതുപോലെ തന്നെ സ്പാലറൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക.
ഐരുകൾ പറയുമ്പോൾ കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഐരുകളാണ് ചോദിക്കുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ച് ഐരുകൾ കൂടിയുണ്ട്, നമുക്ക് പിന്നീട് ഒരു സമയത്ത് നോക്കാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. അഞ്ചാമത്തെ ചോദ്യം എന്താ? മനുഷ്യനേത്രത്തിന്റെ വീക്ഷണ സ്ഥിരത. നമ്മൾ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ആ ദൃശ്യാനുഭവം എത്ര സമയം കൂടി നമ്മുടെ റെറ്റിനയിൽ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡ്. അപ്പൊ നമ്മൾ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ 1/16 സെക്കൻഡ് സമയം ആ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിലുണ്ടായിരിക്കും. അതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. 1/16 എന്ന് കേൾക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അതിനു മുമ്പ് വീക്ഷണ സ്ഥിരത ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചലച്ചിത്രം അല്ലെ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഒക്കെ പറ്റുന്നത് ഈ വീക്ഷണ സ്ഥിരതയുള്ളത് കൊണ്ടാണ്. ഇനി 1/16 എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ വർണ്ണങ്ങൾ, പലവിധ വർണ്ണങ്ങളുണ്ട്. ഈ വർണ്ണങ്ങളിൽ ഓരോന്നിന്റെയും നമുക്ക് കിട്ടുന്ന ദൃശ്യാനുഭവം അല്ലെങ്കിൽ വിസരണം എന്ന് പറയുന്നത് ഇല്ലേ, ഇപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് പറയുന്നത് അത് സന്ധ്യാസമയത്തും പുലർച്ചെയും ഇത് ചുവന്ന കളറിൽ കാണുന്നത് വിസരണമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വിസരണം എന്ന് പറയുമ്പോ വരുന്ന അല്ലെങ്കിൽ പ്രകാശം ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോ വരുന്ന വഴിയിൽ തട്ടിച്ചിതറി പോകുന്നതാണ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം. ഈ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞവയ്ക്കായിരിക്കും. തരംഗദൈർഘ്യം കൂടുതലുള്ള കുറഞ്ഞ വിസരണമേ സംഭവിക്കൂ. അവർ ആ തടസ്സത്തെ എടുത്തു വെച്ചങ്ങ് കടന്ന് മുന്നോട്ട് വന്നോളും. ഇനി ഇവിടെ 1/16 എന്ന് പറയുന്നതുമായി ഞാൻ കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചുവപ്പിന് സംഭവിക്കുന്നതിന്റെ 16 ഇരട്ടിയായിരിക്കും വയലറ്റിന് സംഭവിക്കുന്ന വിസരണ സാധ്യത. അതായത് വയലറ്റിന് സംഭവിക്കുന്ന വിസരണത്തിന്റെ 1/16 മടങ്ങാണ് ചുവപ്പിന്റെ വിസരണ സാധ്യത, സ്കാറ്ററിങ്. അപ്പൊ 1/16 എന്ന് പറഞ്ഞ നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ആ ദൃശ്യാനുഭവം കണ്ണിൽ നിൽക്കുന്നത് പോലെ തന്നെ ഒരു വസ്തു കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ശ്രവ്യാനുഭവം അല്ലെ, അതിന്റെ കേൾവി, ആ അനുഭവം നമ്മുടെ ചെവിയിലും ഉണ്ടായിരിക്കും. ഇതിന് പറയുന്നത് ശ്രവണ സ്ഥിരത എന്നാണ്. അത് എത്ര സെക്കൻഡാണ്? ഇത് 1/16 സെക്കൻഡ് ആണെങ്കിൽ ഇത് 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ് ആണ് ഒരു വസ്തു കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഹിയറിംഗ് അല്ലെ, ആ ഒരു കഴിവ്, ആ കേൾവി അനുഭവം നമ്മുടെ ചെവിയിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ആറാമത്തെ ചോദ്യം ദ്വിതീയ വർണ്ണമാണ് ഡാഷ്. LPSA പരീക്ഷയ്ക്കായാലും UPSA പരീക്ഷയ്ക്കായാലും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഈ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ അല്ലെ. പ, ദെന്ന. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച, നീല, ചുവപ്പാണ്. പ, നീ, ചു. ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി ഈ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ കിട്ടുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ചയും നീലയും ചേർന്നാൽ ഒരു കളറ്, നീലയും ചുവപ്പും ചേർന്നാൽ ഒരു വർണ്ണം, ദെൻ പച്ചയും ചുവപ്പും ചേർന്നാൽ മറ്റൊരു വർണ്ണം. ഓരോ ദ്വിതീയ വർണ്ണങ്ങളും പച്ചയും നീലയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണെന്നറിയോ? പച്ചയും നീലയും ചേർന്നാൽ സിയാൻ. സിയാൻ UPSAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞ. നീലയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം മജന്ത. പ, നീ, ചു ആണ് പ്രാഥമിക വർണ്ണങ്ങൾ. അതുപോലെ ടിവിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പാനീച്ചു ആണ് ഉത്തരം. അതുപോലെ നമ്മൾ സാധാരണ കാണുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ പാനീച്ചു തന്നെയാണ്. എന്നാൽ അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അച്ചടിയിൽ വരുന്ന പ്രാഥമിക വർണ്ണങ്ങൾ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? സിയാൻ, മഞ്ഞ, മജന്ത. സിയാൻ, മഞ്ഞ, മജന്ത പ്ലസ് കറുപ്പ്. ഇത്രയും വർണ്ണങ്ങളാണ് അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ. തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ചിത്രകാരന്മാരുടെ പ്രാഥമിക വർണ്ണങ്ങൾ. ചിത്രകാരന്മാരെ മനിച്ചു. ചിത്രകാരന്മാരുടെ പ്രാഥമിക വർണ്ണങ്ങൾ മാനീച്ചു ആണ്. മാനീച്ചു.
ചിത്രകാരുടെ പ്രാഥമിക വർണ്ണങ്ങൾ മഞ്ഞ, നീല, ചുവപ്പാണ് കേട്ടോ. മഞ്ഞ നീ ചു ഓർത്തിരിക്കുക. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ നിറങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. തൽക്കാലം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ദ്വിതീയ വർണ്ണം ഏതാണ് എന്ന്. പച്ച, നീല, ചുവപ്പ് മൂന്നും പ്രാഥമിക വർണ്ണങ്ങളാണ്. എന്നാൽ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന ദ്വിതീയ വർണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞയാണ് ഉത്തരം. ഓക്കെ ആണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത്? ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ണുപൂട്ടി ഉത്തരം എഴുതാവുന്നതാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം. എന്നാൽ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം, ഫസ്റ്റ് ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉത്തരം പറഞ്ഞു ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് ഹീലിയമാണ്. ഹീലിയം. ഇതുപോലെ തന്നെയാണ് സൂര്യനിലും വരുന്നത്. അപ്പൊ പ്രപഞ്ചമായാലും സൂര്യനായാലും ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിയമാണ് ഉത്തരം. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിലോ, ലോഹം ഏത് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അതിനുത്തരം ഇരുമ്പാണ്. ഇരുമ്പ് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന. ഓക്കെ, ഇതുപോലെ തന്നെ ഏറ്റവും അധികം കാണപ്പെടുന്ന പല വസ്തുക്കളും PSCക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പഠിക്കല്ലേ. കമോൺ. അതുപോലെ വേറൊരു ഓർത്തിരിക്കാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത് എന്നും ചോദ്യം വരാം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് എന്നും ചോദ്യം വരാം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൊത്തം മൂലകങ്ങളും ടോട്ടൽ 118 മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം സിലിക്കൺ ആണ് കേട്ടോ. സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അലൂമിനിയം ആണ്. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം. ഇനി നമ്മൾ എല്ലാ മൂലകങ്ങളെയും പരിഗണിക്കുന്നില്ല, ലോഹങ്ങളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഒന്നാം സ്ഥാനം ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയമാണ് ഉത്തരം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പാണ് ഉത്തരം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യമാണ് ഉത്തരം. കാൽഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക, മാറിപ്പോവാതെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇനി അപ്പൊ 2017 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി വന്നിട്ടുള്ള സകല മുഴുവൻ LPSA ക്വസ്റ്റ്യൻസും ഞാൻ നമുക്ക് വീഡിയോകളിലൂടെ ഇനിയും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ തൽക്കാലം ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.